ഗ്രാമവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, Mall of Joy near Shaktan Stand, Thrissur. ചുങ്ക ജ്വല്ലറി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായി. നാദതാള വിസ്മയങ്ങൾ പ്രചാരണത്തിന് കൊഴുപ്പേകി. പഞ്ചാരിയുടെ നാദക്കടലായി പെരുവനം പൂരം പെയ്തിറങ്ങി. പൂരം ആസ്വദിക്കാൻ പെരുവനം നടവഴിയിൽ ജനസഹസ്രങ്ങളെത്തി. തൃപ്രയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങ് ഭക്തി നിർഭരമായി. തൃപ്രയാർ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ചാവക്കാടിനെ പൂരപ്രതീതിയിലാക്കി തിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ട് നടന്നു. ചെറിയ പ്രകടനവും വാദ്യമേളങ്ങളുമായി ചാവക്കാടിനെ പ്രവർത്തകർ ഇളക്കിമറിച്ചു. UDF, LDF, SDPI, BJP എന്നീ പാർട്ടികളാണ് കലാശക്കൊട്ടിൽ ചാവക്കാട് സജീവമായത്. കലാശക്കൊട്ടോടെ ചാവക്കാട് നഗരം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. സ്ഥാനാർത്ഥികളിൽ ആദ്യം SDPIയുടെ കെ സുബീറയും തൊട്ടു പിന്നാലെ LDF സ്ഥാനാർത്ഥി CN ജയദേവനും എത്തിയതോടെ പ്രവർത്തകർ ഇളകിമറിഞ്ഞു. 5 മണിയോടെ UDF സ്ഥാനാർത്ഥി ധനപാലൻ എത്തിയതോടെ പ്രവർത്തകർ ആർത്തിരമ്പി. പിന്നീട് ചാവക്കാട് നഗരം ആവേശത്തിന്റെ പ്രതീതിയിലായി. വിവിധ പാർട്ടി പ്രവർത്തകർ കൊടികൾ വീശിയും താളത്തിനൊത്ത് നൃത്തം ചവിട്ടിയും കലാശക്കൊട്ടിനെ ആവേശത്തിലാഴ്ത്തി. പ്രചാരണം തീരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ആർത്തിരമ്പി. കലാശക്കൊട്ട് തീർന്നതോടെ CI സിബിച്ചൻ ജോസഫ്, SI MK ഷാജി എന്നിവർ ചേർന്ന് പ്രവർത്തകരെ പിരിച്ചുവിട്ടു. തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് സമാപനം കുറിച്ച് കാഞ്ഞാണിയിൽ നടന്ന LDF BJP പ്രവർത്തകരുടെ കലാശക്കൊട്ട് ആവേശകരമായി. LDF പ്രവർത്തകർ നാസിക് ഡോലുമായി എത്തിയപ്പോൾ BJP പ്രവർത്തകർ തനത് വാദ്യമായ യോഗ് ചാബുമായാണ് കലാശക്കൊട്ടിന് എത്തിയത്. UDFന്റെ 2 തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളും കലാശക്കൊട്ടിൽ അണിനിരന്നു. LDF പ്രവർത്തകർ കണ്ടശാങ്കടവിൽ നിന്നും BJP പ്രവർത്തകർ മണലൂർ ഏനാമാവ സെന്ററിൽ നിന്നുമാണ് ആവേശകരമായ പ്രകടനത്തോടെ കലാശക്കൊട്ടിന് എത്തിയത്. അന്തിക്കാട് പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പുതുക്കാട് സെന്ററിൽ ആവേശോജ്വലമായ കൊട്ടിക്കലാശം. 3 പാർട്ടികളുടെയും പ്രവർത്തകർ റാലിയോടെ എത്തിയാണ് സെന്ററിൽ പര്യടനത്തിന് സമാപനം കുറിച്ചത്. UDF പ്രവർത്തകർ വാദ്യമേളങ്ങളോടെ ആമ്പല്ലൂരിലേക്ക് പ്രകടനം നടത്തി. LDF BJP പ്രവർത്തകർ ബൈക്ക് റാലികളുമായി സെന്ററിലേക്ക് എത്തി. മുദ്രാവാക്യങ്ങളും മുഴക്കി 3 വിഭാഗം പ്രവർത്തകരും ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് അണിനിരന്നത്. മാള മേഖലയിൽ നടന്ന കൊട്ടിക്കലാശം പ്രവർത്തകരെ ആവേശത്തിലാക്കി. പ്രചാരണ വാഹനങ്ങൾ മൂലം 1.5 മണിക്കൂറോളം മാള ടൌണിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആദ്യം UDFന്റെ നേതൃത്വത്തിലുള്ള വാഹനങ്ങളും പ്രവർത്തകരുമാണ് ടൌണിലെത്തിയത്. തുടർന്ന് LDFന്റെയും BJPയുടെയും വെൽഫെയർ പാർട്ടികളുടെയും നേതാക്കളും പ്രവർത്തകരും എത്തിയതോടെ മാള ടൌൺ പൂർണ്ണമായും സ്തംഭിച്ചു. കർണാടക പോലീസും മാള പോലീസും സ്ഥലത്ത് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട് കാണാൻ കൊടകര ജംഗ്ഷനിൽ നൂറുകണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയത്. വിവിധ സ്ഥാനാർത്ഥികളുടെ അനൌൺസ്മെന്റ് വാഹനങ്ങൾ ജംഗ്ഷനുകളിൽ നിരനിരയായി നീങ്ങിക്കൊണ്ടാണ് അവസാന മിനിറ്റുകളിൽ ആവേശകരമായ പ്രചാരണം നടത്തിയത്. താളവാദ്യങ്ങളും പാരഡി ഗാനങ്ങളുമായി വട്ടമിട്ട് നീങ്ങിയ പ്രചാരണ വാഹനങ്ങളും വർണ്ണക്കൊടികളും ജംഗ്ഷനുകളിൽ ഉത്സവാന്തരീക്ഷം തീർത്തു. കൃത്യസമയത്ത് തന്നെ പ്രചാരണം അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും ജംഗ്ഷനുകളിൽ ഉണ്ടായിരുന്നു. കൊടകര, കോടാലി എന്നിവിടങ്ങളിൽ നടന്ന കലാശ കൂട്ടപ്പൊരിച്ചിലിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാവർട്ടിയിൽ നടന്ന LDF, UDF, BJP പാർട്ടികളുടെ പ്രചാരണ സമാപനം ആവേശമായി. നാസിക് ഡോൾ, ചെണ്ടമേളം തുടങ്ങിയ വാദ്യമേളങ്ങൾ പ്രചാരണ സമാപനത്തിന് കൊഴുപ്പേകി. മോഡിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചെത്തിയ BJP പ്രവർത്തകരും ത്രിവർണ്ണ പതാകയേന്തി കുതിരപ്പുറത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും വാദ്യമേളങ്ങളുടെ താളത്തിനൊപ്പം ചുവടുവെച്ചെത്തിയ LDF പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകർക്ക് ആവേശം പകർന്നു. കേന്ദ്രസേനയുടെയും പോലീസ് സേനയുടെയും ശക്തമായ സാന്നിധ്യവും സ്ഥലത്ത് ഉണ്ടായിരുന്നു.
ചേലക്കരയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കൃത്യസമയത്ത് തന്നെ പോലീസ് ഇടപെട്ട് ഉച്ചഭാഷിണികൾ നിർത്തിവെപ്പിച്ചു. പ്രവർത്തകർ അണിനിരന്നതോടെ ടൌണിൽ കുറച്ചുനേരത്തേക്ക് ഗതാഗത കുരുക്ക് ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വാദ്യമേളങ്ങളോടെ നടത്തിയ ശക്തി പ്രകടനം കാണാൻ റോഡിന് ഇരുവശത്തും നിരവധി പേർ തിങ്ങി നിറഞ്ഞിരുന്നു. ആലത്തൂർ മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാടിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വടക്കാഞ്ചേരിയിൽ റോഡ് ഷോയും കൊട്ടിക്കലാശവും നടന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ഓട്ടോറിക്ഷ റാലി, ബൈക്ക് റാലി എന്നിവ നടന്നു. ബിജെപി നേതാക്കളായ എസ് രാജു, ഗിരീഷ് മേലേമ്പാട്ട എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലത്ത് യുഡിഎഫ് പ്രവർത്തകർ 3 പീടികയിലും എൽഡിഎഫ് പ്രവർത്തകർ പെരിഞ്ഞനത്തും ബിജെപി പ്രവർത്തകർ ചെന്ത്രാപ്പിനിയിലുമായിട്ടാണ് കൊട്ടിക്കലാശം അവസാനിപ്പിച്ചത്. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് മതിലകം പോലീസ് വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി നടത്തിയ ചർച്ചയിൽ കൊട്ടിക്കലാശം 3 നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആലത്തൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി പി കെ ബിജുവിന്റെ 4ാംഘട്ട പര്യടനവും റോഡ് ഷോയും കൊട്ടിക്കലാശവും വടക്കാഞ്ചേരിയിൽ നടന്നു. റോഡ് ഷോയിൽ ബൈക്ക് റാലിയും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയ്ക്ക് സിപിഎം ഏരിയ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പിള്ളി, സിപിഐ എക്സിക്യൂട്ടീവ് അംഗം എം.ആർ. സോമനാരായണൻ, ജെഎസ്എസ് നേതാവ് ഇ കെ ബാബു, വി സി ജോസഫ്, പി കെ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ ആവേശോജ്വലമായിട്ടാണ് കൊട്ടിക്കലാശം നടത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹനങ്ങളുമായി നടത്തിയ റോഡ് ഷോയോടെയാണ് യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചത്. എൽഡിഎഫും ബിജെപിയും താളമേളങ്ങളുടെ അകമ്പടിയോടെ പ്രചാരണം അവസാനിപ്പിച്ചു. ഇരിങ്ങാലക്കുട ആൽത്തറയിലാണ് മുന്നണികളുടെ കൊട്ടിക്കലാശം നടന്നത്. ഇരിങ്ങാലക്കുട സിഐ മധുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. കുന്നംകുളത്ത് നടന്ന കലാശ പ്രചാരണത്തിന് മുന്നണികൾ ആവേശം വിടർത്തി. എൽഡിഎഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥി പി കെ ബിജുവിന്റെ ചിത്രം പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളും അണിഞ്ഞ് ബൈക്ക് റാലി നടത്തി. പുറകെ കെ എ ഷീബയുടെ മുഖംമൂടി അണിഞ്ഞ വനിതാ പ്രവർത്തകർ അടക്കം യുഡിഎഫ് നഗരത്തിൽ പ്രകടനം നടത്തി. വാദ്യവും കാവടികളുമായി ബിജെപിയും ആർഎംപിയും നഗരത്തിൽ എത്തിയതോടെ കലാശം കൊഴുത്തു. ബിജെപി സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാട്, എൽഡിഎഫ് സ്ഥാനാർത്ഥി പി കെ ബിജു, ആർഎംപി സ്ഥാനാർത്ഥി ആൽബിൻ എന്നിവരും കലാശപൂരത്തിന് കുന്നംകുളത്തെത്തി. ആനയും വാദ്യമേളങ്ങളും എൽഡിഎഫ് പ്രവർത്തകർക്ക് ആവേശമായി. 1 മണിക്കൂർ നേരം നഗരത്തിൽ ആവേശം വാനോളം ഉയർത്തി പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർപ്പു വിളിച്ച് കൊട്ടിക്കലാശത്തിന് തിളക്കം കൂട്ടി. കേന്ദ്രസേനയും കുന്നംകുളം സിഐ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ഉണ്ടായിരുന്നു. സമയം അവസാനിച്ചതോടെ പി കെ ബിജുവും ഷാജിമോൻ വട്ടേക്കാടും കൈകൊടുത്ത് യാത്ര പറഞ്ഞു. ചാലക്കുടിയിൽ നടന്ന കൊട്ടിക്കലാശം ഇരു മുന്നണികളുടെയും ആവേശം വാനോളമുയർത്തി. നൂറുകണക്കിന് പ്രവർത്തകരാണ് അവസാന നിമിഷങ്ങളിലെ പ്രവർത്തനങ്ങളിൽ രംഗത്തിറങ്ങിയത്. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. സരിതയെയും ശാലുവിനെയും അവതരിപ്പിച്ചായിരുന്നു എൽഡിഎഫിന്റെ പ്രചാരണം. യൂത്ത് കോൺഗ്രസുകാർ ത്രിവർണ്ണ പതാകയുമേന്തി ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു. ബിജെപിയും ആം ആദ്മി പാർട്ടിയും പ്രചാരണത്തിന് ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തീരദേശ മേഖലയിലെങ്ങും ആവേശകരമായ സമാപനം. ഏങ്ങണ്ടിയൂരിലും വാടാനപ്പള്ളിയിലും തളിക്കുളത്തും തൃപ്രയാറിലും വർണ്ണാഭമായ കൊട്ടിക്കലാശമാണ് നടന്നത്. തൃപ്രയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പ്രചാരണ ജാഥകൾ തൃപ്രയാർ സെന്ററിൽ സമാപിച്ചു. യുഡിഎഫ്, എൽഡിഎഫ്, ബിജെപി നേതാക്കൾക്കൊപ്പം നൂറുകണക്കിന് പ്രവർത്തകരും ആവേശകരമായ മുദ്രാവാക്യം വിളികളോടെ ജാഥയിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രവർത്തകർ ജാഥയിൽ അണിനിരന്നത്. ബിജെപി പ്രവർത്തകർ വർണ്ണ ബലൂണുകൾ പറത്തിയും പടുകൂറ്റൻ കൊടി ഉയർത്തിയും ആവേശമുയർത്തി. നാസിക് ഡോൽ, ശിങ്കാരിമേളം എന്നിവ ജാഥകൾക്ക് കൊഴുപ്പേകി. ഇടവേള. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്.
വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഖാദിയിൽ 30% റിബേറ്റ്. ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 14 വരെ. സന്ദർശിക്കൂ ജില്ലയിലെ ഖാദി ഭവനങ്ങൾ. ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷൻ അവണിശ്ശേരി, ഖാദി ഗ്രാമോദിക് ഭവൻ, റൗണ്ട് വെസ്റ്റ് തൃശൂർ, റൗണ്ട് നോർത്ത് തൃശൂർ. അറിഞ്ഞില്ലേ വിശേഷം? പൂരങ്ങളുടെ നാട്ടിൽ പട്ടിന്റെ പൂരത്തിന് കൊടിയേറുന്നു. ജോളി സിൽക്സ് at the Mall of Joy തൃശൂർ. മോൾ ഓഫ് ജോയിലെ ജോളി സിൽക്സിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സുപ്രസിദ്ധ സിനിമാ താരം വിദ്യാ ബാലൻ ഏപ്രിൽ 12-ാം തീയതി 10:30 നിർവഹിക്കുന്നു. ആഘോഷങ്ങളിൽ ഞാനും ഉണ്ടാകും നിങ്ങൾക്കൊപ്പം. മറക്കാതെ വരണം. മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. ഈ ചിരിയിൽ നിഷ്കളങ്കതയുണ്ട്. ഈ ചിരിയിൽ ക്രിയേറ്റിവിറ്റിയുണ്ട്. ഈ ചിരിയിൽ വിശ്വസ്തതയുണ്ട്. ഈ ചിരിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട്. ഈ ചിരിയിൽ നിങ്ങളുടെ സംതൃപ്തിയുണ്ട്. ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂർ അത്താണി ആൻഡ് ആറങ്ങോട്ടുകര. Kerala's #1 biggest visualized jewelry, opening shortly at Thrissur Attani. Alikal Gold and Diamond. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം. പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ് തൃശൂർ. നല്ല കളറാണല്ലോ, നല്ല ഡിസൈൻ ആണല്ലോ, നല്ല ക്വാളിറ്റി ആണല്ലോ. എല്ലാവർക്കും അറിയണം എന്റെ സാരി എവിടുന്നാണെന്ന്. ഞാൻ ആരോടും പറയാറില്ല, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പുതിയ ഇമ്മാനുവൽ സിൽക്സ്. കളർ, ഡിസൈൻ, ക്വാളിറ്റി 3 times better. ഇമാനുവൽ സിൽക്സ് തൃശൂർ. CDQ only at Emmanuel Silks. വാർത്തകളിലേക്ക്. പഞ്ചാരിയുടെ നാദക്കടലായി പെരുവനം പൂരം പെയ്തിറങ്ങി. ദൃശ്യശ്രാവ്യ നാദവിസ്മയങ്ങളോടെ പഞ്ചാരിയുടെ ഏറ്റില്ലമായ പെരുവനം നടവഴി ജനസഹസ്രങ്ങളാൽ നിബിഡമായി. ഐതിഹ്യ ആചാരപ്പെരുമയും ആനച്ചന്തവും മേളവിദഗ്ധരുടെ കൈവിരലുകളിലൂടെ അണമുറിയാതിരുന്ന മേളങ്ങളും അക്ഷരാർത്ഥത്തിൽ പൂരാസ്വാദകരുടെ മനം കവർന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെ പെരുവനം കിഴക്കേ നടയിൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ എഴുന്നള്ളിപ്പോടെയാണ് പൂരത്തിന് ആരംഭമായത്. 5 ഗജവീരന്മാരുടെ അകമ്പടിയും പെരുവനം ശങ്കരൻ നാരായണൻ മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചാരി മേളവും അവിസ്മരണീയമായി. തുടർന്ന് സന്ധ്യയോടെ ആറാട്ടുപുഴ ശാസ്താവിന്റെ പാണ്ടിമേളത്തോടെയുള്ള കിഴക്കോട്ടിറക്കം നടന്നു. 7 ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പിലെ മേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രമാണിയായി. പെരുവനം ക്ഷേത്രത്തിന് അഭിമുഖമായി 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ചാത്തക്കുടം ശാസ്താവിനെ കയറ്റി. പാഞ്ചാരിക്കും പെരുവനം സതീശന്മാരാർ ആദ്യകാലമിട്ടു. ഇരുവിഭാഗങ്ങളുടെയും മേളപ്പെരുക്കത്തിന്റെ അത്യപൂർവ കലാശത്തിന് ശേഷം 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഊരകത്തമ്മ തിരുവടിയുടെ പഞ്ചാരി മേളത്തിന് തുടക്കമായി. ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാർ മേളത്തിന് നേതൃത്വം നൽകി. 150-ലേറെ കലാകാരന്മാർ ഏകമനസ്സോടെ അണിനിരുന്ന വിവിധ ദേവീദേവന്മാരുടെ മേളം ആസ്വാദക ഹൃദയങ്ങളിലും മണ്ണിലും വിണ്ണിലും നാദഗോപുരം തീർത്തു. അമ്മ തിരുവടിയുടെ മേളം പെരുവനം കിഴക്കേ നടയിൽ നടന്ന സമയം ചേർപ്പ് ഭഗവതി പടിഞ്ഞാറേ നടയിൽ പഞ്ചവാദ്യത്തിന്റെയും 7 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടത്തി. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര സുഭാഷ് മാരാരും പാണ്ടി പഞ്ചാരി മേളങ്ങൾക്ക് പെരുവനം കുട്ടന്മാരാരുമാണ് നേതൃത്വം നൽകിയത്. ഊരകത്തമ്മ തിരുവടിയുടെ പഞ്ചാരിമേളം 3-ാം കാലമായപ്പോൾ പെരുവനം ക്ഷേത്രമതിൽ കെട്ടിനകത്ത് നെട്ടിശ്ശേരി, നാങ്കുളം, തൈക്കാട്ടുശ്ശേരി, ചക്കംകുളങ്ങര, എടക്കുന്നി, പൂനിലാർക്കാവ്, മേടംകുളം, കോടന്നൂർ, കല്ലേലി, മാട്ടിൽ, ചിറ്റിച്ചാത്തക്കുടം തുടങ്ങിയ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടന്നു. തലയെടുപ്പുള്ള ഗജശ്രേഷ്ഠന്മാരും കരിമരുന്ന് പ്രയോഗത്തിന്റെ ശബ്ദ ഗംഭീരതയും നാദധ്വനികളിൽ സമൃദ്ധമായ പെരുവനം തട്ടകവും പൂരമാമ്പാംഗത്തിന് സാക്ഷിയായി. TCV ചേർപ്പ്. പെരുവനം പൂരത്തോടനുബന്ധിച്ച് ചേർപ്പ് ഭഗവതിയുടെ ആനച്ചമയ പ്രദർശനം നടന്നു. പെരുവനം ക്ഷേത്രം പടിഞ്ഞാറേ നടയിലാണ് നെറ്റിപ്പട്ടം, കോലം, കുട, വെഞ്ചാമരം, ആലവട്ടം എന്നിവയുടെ പ്രദർശനം നടന്നത്. തട്ടകക്കാർക്ക് കൃഷി ഇറക്കാനുള്ള അനുമതി നൽകിയുള്ള തൃപ്രയാർ തേവരുടെ പയ്യന്നൂർ പാടത്ത് ചാലുകുത്തൽ ചടങ്ങ് ഭക്തി നിർഭരമായി. ആചാരങ്ങളാൽ സമ്പുഷ്ടമായ തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിൽ പ്രധാനമായ ചാലുകുത്തൽ ചടങ്ങിനായി ആയിരങ്ങളാണ് പയ്യന്നൂർ പാടത്തെത്തിയത്. ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളിയ തൃപ്രയാർ തേവരുടെ തിടമ്പ് ദേവസ്വം ബാലരാമൻ വഹിച്ചു. തൃപ്രയാർ രാജപ്പന്മാരാരും സംഘവും നയിച്ച പഞ്ചാരിമേളം ഓലക്കുട ചൂടി എഴുന്നള്ളിയ തൃപ്രയാർ തേവരുടെ എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. തുടർന്ന് തേവർ വെണ്ണിക്കൽ ക്ഷേത്രത്തിൽ പറയെടുക്കുമ്പോൾ കല്ലേറ് ചടങ്ങും നടന്നു. പറയെടുപ്പിന് ശേഷം കോതകുളത്തിൽ ആറാട്ടിനെഴുന്നള്ളി. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കോതകുളത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയതിനു ശേഷം തൃപ്രയാർ തേവർ ആറാടി.
ആറാട്ടിന് ശേഷം തൃപ്രയാർ തേവർ പൈനൂർ പാടത്തേക്ക് ചാലുകുത്തൽ ചടങ്ങിനായി പുറപ്പെട്ടു. വഴിനീളെ പറകൾ നൽകിയാണ് ഭക്തജനങ്ങൾ തൃപ്രയാർ തേവരെ വരവേറ്റത്. പൈനൂർ പാടത്തെത്തിയ തേവർക്ക് അവകാശികളായ കണ്ണൂത്ത് ശശിയും കുടുംബവും പറ സമർപ്പിച്ചു. തുടർന്ന് തിങ്ങിനിറഞ്ഞ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി പൈനൂർ പാടത്ത് ചാലുകുത്തി. ബാലരാമൻ തന്റെ കൊമ്പുകൊണ്ട് 3 തവണ കുത്തിയെടുത്ത മണ്ണ് ദേവസ്വം അധികൃതർ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു. പ്രസാദമായി ലഭിച്ച മണ്ണ് തങ്ങളുടെ കൃഷിയിടത്തിൽ വിതറുന്നതിലൂടെ കാർഷിക അഭിവൃദ്ധി പ്രാപിക്കാം എന്നാണ് വിശ്വാസം. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ, സെക്രട്ടറി വി രാജലക്ഷ്മി, ദേവസ്വം മാനേജർ കെ കെ രാജൻ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരൻ, ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ ഇ ഡി അനിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. TCV തൃപ്രയാർ. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. കിഴക്കേക്കരയിലെത്താനുള്ള തൃപ്രയാർ തേവരുടെ സ്വന്തം പള്ളിയോടം ഇതിനകം നീരണിഞ്ഞു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് കിഴക്കേക്കരയിലേക്ക് പോകാനായി വർഷത്തിൽ 3 തവണയാണ് തേവർ സ്വന്തം പള്ളിയോടം ഉപയോഗിക്കുക. ആറാട്ടുപുഴ പൂരം കൂടാതെ തന്ത്രി ഇല്ലം പൂരം, കിഴക്കേനട പൂരം എന്നീ ചടങ്ങുകളാണ് ഇതിൽ പ്രധാനം. കൊത്തുപണികളാൽ സമൃദ്ധമാണ് പള്ളിയോടം. ആഞ്ഞിലി മരത്തിൽ നിർമ്മിച്ച പള്ളിയോടത്തിൽ ഇരുഭാഗങ്ങളിലും ആഞ്ജനേയ സ്വാമിയുടെ രൂപവുമുണ്ട്. ബുധനാഴ്ച വൈകിട്ട് നിയമവിധിക്ക് ശേഷം തേവർ കിഴക്കേനട പൂരത്തിനായി ആദ്യമായി പള്ളിയോടത്തിൽ പുഴ കടക്കും. ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാനികളായ അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാരുടെ ഒന്നിച്ചുള്ള ആറാട്ട് ഭക്തിസാന്ദ്രമായി. തന്ത്രി ഇല്ലമായ പഴങ്ങാമ്പറമ്പ് മനയിലെ ഇറക്കിപ്പൂജയ്ക്കും പഴങ്ങാമ്പറമ്പ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷവും അന്തിക്കാട് ക്ഷേത്രത്തിൽ ഇരുഭഗവതിമാരുടെയും പകൽപൂരം നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ വഴിപാട് പറകൾ സ്വീകരിച്ചതിനു ശേഷം ഇരുഭഗവതിമാരും ഒന്നിച്ചുള്ള ആറാട്ടിനായി ക്ഷേത്രക്കുളത്തിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആറാട്ട് ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തരാണ് ഭഗവതിമാരുടെ ഒന്നിച്ചുള്ള ആറാട്ട് ചടങ്ങിൽ പങ്കാളികളായത്. ശതാഭിഷേകത്തിലും ചേലൂർ കുമാരമേനോൻ അന്തിക്കാട് പുളിന്തറ ഇല്ലത്തെത്തി പാനകം തീർത്ത് ആറാട്ടുപുഴ പൂരത്തിൽ തന്റെ സാന്നിധ്യം ഉറപ്പാക്കി. 62 വർഷമായി അന്തിക്കാട് ക്ഷേത്രത്തിൽ ചൂരക്കോട് ഭഗവതിക്കുള്ള സ്വീകരണത്തിൽ പാനകം തീർത്ത് കുമാരമേനോൻ നിർവൃതി അടയുകയാണ്. കേളം കണ്ടത്ത് നാരായണൻ നായരും കുമാരമേനോനും ചേർന്നാണ് ഈ വ്യത്യസ്തമായ ചടങ്ങ് പുളിന്തറ ഇല്ലത്ത് കൊണ്ടുവന്നത്. നാരായണൻ നായർ കുമാരമേനോനെ വിട്ട് പിരിഞ്ഞെങ്കിലും നാരായണൻ നായരുടെ മകൻ രവീന്ദ്രനാണ് പാനകം തീർക്കാൻ കുമാരമേനോന് ഇപ്പോൾ കൂട്ട്. പാനകം തീർക്കാനുള്ള ശർക്കര, ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കായ എന്നിവ വാങ്ങി നൽകുന്നത് രവീന്ദ്രനാണ്. പുളിന്തറ ഇല്ലത്തെത്തുന്ന കുമാരമേനോൻ തന്ത്രി ഇല്ലമായ പഴങ്ങാമ്പറമ്പ് മനയിലെ ഇറക്കിപ്പൂജയ്ക്കും പറയെടുപ്പിനും ശേഷം അന്തിക്കാട് ക്ഷേത്രത്തിൽ ഭഗവതിമാർ എത്തും മുൻപേ പാനകം തീർത്ത് പുളിന്തറ ഇല്ലത്തിന്റെ മുന്നിൽ വിതരണത്തിനായി ഇരിക്കും. 12 പറയോളം പാനകം എല്ലാ വർഷവും ഉണ്ടാകും. കുമാരമേനോന്റെ പാനകം ഈ ദിവസം സേവിക്കാത്തവർ അപൂർവമാണ്. പാനകം സേവിക്കാനും വാങ്ങാനും പുളിന്തറ ഇല്ലത്ത് എത്തുന്നവരെ നിറപുഞ്ചിരിയോടെയാണ് കുമാരൻ വരവേൽക്കുക. കുമാരമേനോന്റെ കാലം കഴിഞ്ഞാലും ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള ഈ ആചാരം ഒളിമറയാതെ കാത്തുസൂക്ഷിക്കാൻ ഇപ്പോൾ രവീന്ദ്രനും രംഗത്തുണ്ട്. അതിനാൽ തന്നെ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് പുളിന്തറ ഇല്ലത്തെ പാനകവും ഭക്തിക്കൊപ്പം ഒരു മധുരസ്മരണയായി ഇന്നും നിലകൊള്ളുന്നു. TCV അന്തിക്കാട്. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിൽ മാള മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. വിളവെടുക്കാൻ 1 മാസം മാത്രം ബാക്കിയുള്ള നേന്ത്രവാഴകളാണ് കനത്ത കാറ്റിൽ ഒടിഞ്ഞു വീണത്. പള്ളൻ ജോസഫിന്റെ വടമയിലെ തോട്ടത്തിലെ 1000 വാഴകളാണ് വീണത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കുണ്ടായി പാലക്കാടൻ ധർമ്മരാജിന്റെ 400 വാഴകളും കാറ്റിൽ നശിച്ചു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കുഴിക്കാട്ടുശ്ശേരി തൈവളപ്പിൽ പുരുഷോത്തമന്റെ 200ഓളം വാഴകളും നശിച്ചിട്ടുണ്ട്. പുത്തഞ്ചിറ മാളിയേക്കൽ കൂനൻ പൌലോസിന്റെ 110 വാഴകളാണ് വീണത്. പഴൂക്കര ജൂബിലി നഗർ കണ്ണത്ത് ഡേവിസിന്റെ 100 വാഴകളും കനത്ത കാറ്റിൽ ഒടിഞ്ഞു വീണു. സദാചാര പോലീസ് ചമഞ്ഞെത്തിയ സംഘം യുവാവിനെ മർദ്ദിച്ചു. പാലുവായ് കാർഗിൽ നഗർ വടാശ്ശേരി അനീഷിനാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ കിടക്കുകയായിരുന്ന അനീഷിനെ 4 അംഗ സംഘം ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ചാവക്കാട് പോലീസ് കേസെടുത്തു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പൊങ്കാലയും പൊങ്കാല സമർപ്പണവും നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഇതോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളുണ്ടായിരിക്കും. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി താമ്പൂവം കോളനിയിൽ നിന്നും കാട്ടിലേക്ക് പോയത്. ഭാര്യ മരുതമ്മയും കുട്ടികളും ഗോപാലന്റെ സഹോദരപുത്രനായ
മുരുകനും മുരുകന്റെ കുടുംബവുമാണ് ഒപ്പമുണ്ടായിരുന്നത്. പഴയ ആനപ്പാന്തം കോളനിക്കടുത്തുള്ള ചേറങ്കയത്ത് നിന്ന് 2 കിലോമീറ്ററോളം അകലെ ഉൾവനത്തിൽ വെച്ചാണ് ഗോപാലനെ ഒറ്റയാൻ ആക്രമിച്ചത്. ഗോപാലനും കുടുംബവും നടന്നു പോകുമ്പോൾ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ആനയെ കണ്ട് മറ്റുള്ളവർ ഓടിയെങ്കിലും ഓടാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഗോപാലനെ ഒറ്റയാൻ തുമ്പിക്കൈകൊണ്ട് ചുറ്റിയെടുത്ത് സമീപത്തെ മരത്തടിയിൽ അടിക്കുകയായിരുന്നു. ഗോപാലനെ ചുറ്റിപ്പിടിക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള തട്ടേറ്റ് മുരുകന്റെ മകൻ നിതിൻ വീണുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഏറെ നേരം ഒറ്റയാൻ ഗോപാലന്റെ മൃതദേഹത്തിനരികെ നിന്നതായി ആദിവാസികൾ പറയുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CPM എരുമപ്പെട്ടി വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി നടത്തി. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM അഷ്റഫ്, OB സുബ്രഹ്മണ്യൻ, UK മണി, TK ശിവൻ, PT ദേവസി, NB ബിജു, PT ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. വസ്ത്രവ്യാപാര രംഗത്ത് കുന്നംകുളത്തിന്റെ സാംസ്കാരിക തനിമയും 4 തലമുറകൾ നീളുന്ന ഹൃദ്യമായ ബന്ധത്തിന്റെ പാരമ്പര്യ മഹിമയും വിളംബരം ചെയ്തുകൊണ്ട് കേരള വസ്ത്രാലയം. ഹൃദ്യമായ സേവനവും ഉയർന്ന ഗുണമേന്മയും യഥാർത്ഥ വിലക്കുറവും സമന്വയിക്കുന്ന ഏറ്റവും പുതുമയാർന്ന ഒരു വസ്ത്രശേഖരം. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളും റെഡിമെയ്ഡ് ഡ്രസ്സുകളും ഞങ്ങൾ ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി യഥേഷ്ടം ഒരുക്കിയിരിക്കുന്നു. സാധാരണക്കാർക്ക് വേണ്ടി കൂടുതൽ വിശാലതയോടെ കേരള വസ്ത്രാലയം. കേരള വസ്ത്രാലയം, സാധാരണക്കാർക്ക് വേണ്ടി ഒരു കുടുംബ വസ്ത്രാലയം. പട്ടാമ്പി റോഡ്, കുന്നംകുളം. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചു വെക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ B2B ആട്ടയാ കഴിക്കുന്നത്. ഈ ചിരിയിൽ നിഷ്കളങ്കതയുണ്ട്. ഈ ചിരിയിൽ നിങ്ങളുടെ സംതൃപ്തിയുണ്ട്. ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂർ അത്താണി ആൻഡ് ആറങ്ങോട്ടുകര. ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കല്യാൺ ജുവലേഴ്സ്, മനം മയക്കും 10,000-കണക്കിന് വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. വാർത്തകളിലേക്ക്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CPM എരുമപ്പെട്ടി വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി നടത്തി. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM അഷ്റഫ്, OB സുബ്രഹ്മണ്യൻ, UK മണി, TK ശിവൻ, PT ദേവസി, NB ബിജു, PT ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC ചാക്കോയുടെ പ്രചരണാർത്ഥം റോഡ് ഷോ നടത്തി. TN പ്രതാപൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി വാഹനങ്ങളും താളവാദ്യമേളങ്ങളും റോഡ് ഷോയ്ക്ക് അകമ്പടിയായി. നേതാക്കളായ TU രാധാകൃഷ്ണൻ, PB താജുദ്ദീൻ, KF ഡൊമിനിക്, KH നാസിമുദ്ദീൻ, CC ബാബുരാജ്, CS രവീന്ദ്രൻ, KB അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വേലൂരിൽ DYFI പ്രവർത്തകർ റോഡ് ഷോ നടത്തി. DYFI ഏരിയ കമ്മിറ്റി അംഗം AA അഭിലാഷ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് തയ്യൂർ, PK സുഭാഷ്, KC ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ നടത്തി. ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK കാർത്യായനി, പ്രവർത്തകരായ KK സെയ്ദു മുഹമ്മദ്, KH അക്ബർ, AH റൌഫ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി CN ജയദേവൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തുറന്ന ജീപ്പിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പര്യടനം നടത്തി. തൃപ്രയാർ, താന്യം, കാട്ടൂർ തുടങ്ങിയ വിവിധ മേഖലകളിലെ പര്യടനം നടത്തി.
ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റിന് വേണ്ടി റോഡ് ഷോ നടത്തി. നിരവധി ബൈക്കുകളുടെയും പൈലറ്റ് വാഹനങ്ങളുടെയും അകമ്പടിയോടെ നടന്ന റോഡ് ഷോ CPM കേന്ദ്ര കമ്മിറ്റി അംഗം MP ജോസഫൈൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നേതാക്കളായ PM മോഹനൻ, CK ചന്ദ്രൻ, അമ്പാടി വേണു, KV വസന്തകുമാർ, ET ടൈസൺ, EK സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാരിക്കേച്ചറിസ്റ്റ് ജയരാജ് വാര്യർ ഇന്നസെന്റിനോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ച് കൊടുങ്ങല്ലൂരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ റോഡ് ഷോ നടന്നു. പൊതുപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നഗരത്തിലെ നിരത്തുകൾ വിവിധ പാർട്ടി പ്രവർത്തകർ കൈയടക്കി. പ്രമുഖ മുന്നണികൾക്ക് പുറമെ സ്വതന്ത്രരുടെയും ചെറു പാർട്ടികളുടെയും പ്രചാരണ വാഹനങ്ങൾ കൊട്ടിക്കലാശത്തിന് എത്തിയിരുന്നു. കനത്ത പോലീസ് കാവലിലാണ് കൊടുങ്ങല്ലൂരിൽ പൊതുപ്രചാരണം സമാപിച്ചത്. പലപ്പോഴും പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടപ്പോൾ നേരിയ സംഘർഷാവസ്ഥ ഉടലെടുത്തു. എന്നാൽ പോലീസും പാർട്ടി നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാട് എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കിയത്. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് എയ്യാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ലോക്സഭാ LDF സ്ഥാനാർത്ഥി CN ജയദേവന്റെ റോഡ് ഷോ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നടന്നു. കരാഞ്ചിറ പാലത്തിന് സമീപത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. നിരവധി ബൈക്കുകളും കാറുകളുമായി 100ഓളം പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടന്നു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടൻ സുരേഷ് ഗോപിയും പങ്കെടുത്തു. എറണാകുളം ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിൽ വെച്ചാണ് സുരേഷ് ഗോപി ഇന്നസെന്റിനോടൊപ്പം തുറന്ന ജീപ്പിൽ കയറിയത്. തന്റെ അച്ഛന്റെ സ്ഥാനമാണ് ഇന്നസെന്റിന് നൽകിയിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയം നോക്കിയല്ല, സിനിമാ സംഘടനയ്ക്ക് വേണ്ടിയാണ് പ്രചാരണത്തിന് എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KA ഷീബയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി നടത്തി. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദിന് പതാക കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു. PS സുനീഷ്, MM സലീം, NK കബീർ, CK നാരായണൻ, രഘു കരിയന്നൂർ, AU റസാഖ്, MM സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. KPCC ന്യൂനപക്ഷ സെൽ ജില്ലാ കൺവീനർ ഷാജി പള്ളം നയിച്ച വാഹന പ്രചാരണ ജാഥ സമാപിച്ചു. UDF വള്ളത്തോൾ നഗർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി മണിച്ചിറ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈദു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മൂസ നെല്ലായി, രമേശ് പണിക്കർ, CV അബ്ദുള്ള, പാറക്കൽ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന് വോട്ട് അഭ്യർത്ഥിച്ച് എരുമപ്പെട്ടിയിൽ കുട്ടി സ്ക്വാഡ് രംഗത്തിറങ്ങി. എരുമപ്പെട്ടി പഞ്ചായത്ത് ബാലസഭാ അംഗങ്ങളാണ് PK ബിജുവിനായി വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചത്. ബാലസഭാ പ്രസിഡന്റ് VS വിജീഷ്, വൈസ് പ്രസിഡന്റ് PM അക്ഷയ്, സെക്രട്ടറി NS അനന്തു, KS സുഷിത, ദേവി നന്ദ, ഹിമ എന്നിവർ നേതൃത്വം നൽകി. LDF സ്ഥാനാർത്ഥി CN ജയദേവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അന്തിക്കാട് സെൻട്രൽ റോഡ് ഷോ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM വർഗീസ് റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, മുൻമന്ത്രി KP രാജേന്ദ്രൻ, AV ശ്രീവത്സൻ, PN ശങ്കരൻ, KM കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങിൽ നാടൻ പച്ചക്കറി ചന്ത തുടങ്ങി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വിഷുവിനോടനുബന്ധിച്ചാണ് പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് സമാഹരിച്ച ജൈവ പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നത്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TA എമിലി ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ AJ വിവൻസി അധ്യക്ഷനായിരുന്നു. AH ഹസീബ്, PM ഫാരിഷ്, JS രാജേശ്വരി, ജോസഫ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാലാഴി തീരദേശ നിവാസികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. വേനൽ കടുത്തതോടെ കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ 200ഓളം കുടുംബങ്ങളാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നത്. ഇവരുടെ പേര് വിവരം അടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ കാഞ്ഞാണി, കണ്ടശാങ്കടവ്, മാമ്പുള്ളി സെന്ററുകളിൽ സ്ഥാപിച്ചിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലാണ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചത് എന്ന് കരുതുന്നു.
തൃപ്രയാറിൽ റോഡരികിൽ നിന്നും കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് കൈമാറി യുവാക്കൾ മാതൃകയായി. വലപ്പാട് ബീച്ച് സ്വദേശികളായ രായമരക്കാർ നൌഫൽ, പുതിയ വീട്ടിൽ സാലിഹ് എന്നിവർക്കാണ് പേഴ്സ് കളഞ്ഞുകിട്ടിയത്. 2500 രൂപയാണ് പേഴ്സിലുണ്ടായിരുന്നത്. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് യുവാക്കൾ ഉടമസ്ഥൻ നാട്ടിക കുണ്ടായിൽ രാമകൃഷ്ണന് പേഴ്സ് കൈമാറി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം മാത്രമല്ല, കോൺഗ്രസും ഒരു പഴയ ചരിത്രകഥയാകാൻ പോകുകയാണെന്ന് സിപിഎം സംസ്ഥാന സമിതി അംഗം ടി.കെ. ഹംസ അഭിപ്രായപ്പെട്ടു. പുനയൂർ പഞ്ചായത്ത് LDF കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം മന്ദലാംകുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി.കെ. ഹംസ. 2001 കോൺഗ്രസിന് പിന്തുണ കൊടുത്തത് സംഘപരിവാറിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് ഇതിനെതിരെ ശബ്ദമുയർത്താൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവ് പോലും കോൺഗ്രസിലില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതിന് പിന്തുണ നൽകാൻ പാർലമെന്റിൽ കോൺഗ്രസിന് ഒരു പ്രതിനിധി പോലും ഉണ്ടാകില്ലെന്ന് ഹംസ കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ടി.കെ. ഖാദർ അധ്യക്ഷനായിരുന്നു. KV അബ്ദുൽ ഖാദർ MLA, M. കൃഷ്ണദാസ് PT, കുഞ്ഞുമുഹമ്മദ്, TV സുരേന്ദ്രൻ, NK ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. തിപ്പിലശ്ശേരിയിൽ വിവാഹ വാഗ്ദാനം നൽകി യുവാവ് അയൽവാസിയായ യുവതിയെ പീഡിപ്പിച്ചതായി പരാതി. തിപ്പിലശ്ശേരി ലക്ഷം വീട്ടിൽ അനൂപിനെതിരെയാണ് യുവതി കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളായി ഇയാൾ പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കല്ലൂർ ഹോളി മേരി റോസറി ദേവാലയത്തിൽ മോഷണം. ആൾത്താരയ്ക്ക് സമീപത്ത് വെച്ചിരുന്ന നേർച്ചപ്പെട്ടിയുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. മുൻവശത്തെ വാതിലിന്റെ അടുത്തുള്ള ക്രാസി തകർത്ത നിലയിലാണ്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ വീട്ടിൽ നിന്നും മോഷണം പോയ ബൈക്ക് ആദൂരിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തോന്നല്ലൂർ കൈക്കുളങ്ങര വീട്ടിൽ മുജീബ് റഹ്മാന്റെ ബൈക്കാണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം പോയത്. പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തുമ്പോഴാണ് ബൈക്ക് ആദൂർ മദ്രസ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കടൽ മാർഗം സ്പിരിറ്റ്, വ്യാജമദ്യം തുടങ്ങിയവ തീരദേശത്ത് എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് എക്സൈസ് വകുപ്പും തീരദേശ പോലീസുമായി ചേർന്ന് കൊടുങ്ങല്ലൂർ മുതൽ ചാവക്കാട് വരെ കടലിൽ ബോട്ട് റെയ്ഡ് നടത്തി. വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂർ ഓഫീസുകളിലെ എക്സൈസ് ഓഫീസർമാരും അഴീക്കോട് തീരദേശ ഓഫീസർമാരും തീരദേശ സേനയുടെ ബോട്ടിൽ ഉൾക്കടലിൽ ചെന്ന് ബോട്ടുകളും വഞ്ചികളും പരിശോധിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KA ജോസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. വാടാനപ്പള്ളി എക്സൈസ് വിഭാഗത്തിലെ CI K സജി, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TL സുധീർ, KS മോഹനൻ എന്നിവരും കൊടുങ്ങല്ലൂർ CI KV രാമചന്ദ്രൻ, ഓഫീസർ സുരേന്ദ്രൻ, നെൽസൺ, CJ പോൾസൺ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. തുടർന്ന് സംയുക്ത റെയ്ഡ് ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് കല്ലിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ ഉണ്ടായി. വൃദ്ധയെ കാണാനില്ലെന്ന പരാതി. മനക്കൊടി തെക്കുംതല വീട്ടിൽ 75 വയസ്സുള്ള നാരായണിയെയാണ് തിങ്കളാഴ്ച മുതൽ കാണാനില്ലെന്ന് വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. 5 അടി 2 ഇഞ്ച് ഉയരമുള്ള ഇവരെ കാണാതാകുമ്പോൾ ക്രീം നിറത്തിലുള്ള ജാക്കറ്റും കാപ്പി കളർ പുള്ളി മുണ്ടുമാണ് ധരിച്ചിരുന്നത്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലോ 0487231386 അല്ലെങ്കിൽ 9847962962 എന്നീ നമ്പറിലോ ബന്ധപ്പെടുക. സപ്ലൈകോയ്ക്ക് നൽകാൻ വെച്ച 50ഓളം ചാക്ക് നെല്ല് വേനൽ മഴയിൽ നനഞ്ഞു കുതിർന്നു. ഉപ്പുങ്ങൽ പാടത്തു നിന്നും കൊയ്തെടുത്ത് വന്നേരി സ്കൂൾ മൈതാനിയിൽ ചാക്കുകളിലാക്കി കൂട്ടിയിട്ട നെല്ലാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ വെള്ളത്തിലായത്. 2 ദിവസം മുൻപ് കൊയ്ത്ത് കഴിഞ്ഞിരുന്നുവെങ്കിലും നെല്ലെടുക്കാൻ സപ്ലൈകോ അധികൃതർ എത്താതിരുന്നതുകൊണ്ടാണ് സ്കൂൾ മൈതാനത്ത് കൂട്ടിയിട്ടത്. ടാർപോളിൻ ഷീറ്റിട്ട് മൂടിയിരുന്നുവെങ്കിലും വെള്ളം കുത്തിയൊലിച്ചതുകൊണ്ടാണ് ചാക്കുകൾ നനയാൻ കാരണമായത്. കല്യാൺ സിൽക്സ് 1.5 കോടിയിലേറെ സമ്മാനങ്ങളുമായി നടത്തുന്ന ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ആദ്യ ലക്കി ഡ്രോ നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. വൈകിട്ട് 5:30 തൃശൂർ പാലസ് റോഡിലെ ഷോറൂമിൽ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നറുക്കെടുപ്പ് നിർവഹിക്കും. തേറമ്പിൽ രാമകൃഷ്ണൻ MLA, മേയർ രാജൻ J. പല്ലൻ, കൌൺസിലർ IP പോൾ, ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് എന്നിവർ പങ്കെടുക്കും.
എരുമപ്പെട്ടി പുഴയിൽ നിന്ന് അനധികൃതമായി എടുത്ത മണൽ പോലീസ് പിടികൂടി. എരുമപ്പെട്ടി പഴവൂർ പ്രദേശത്തു നിന്നാണ് പുഴയിൽ നിന്നും ചാക്കുകളിലാക്കി മണൽ കടത്തിയിരുന്നത്. പഴവൂരിലുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് മണൽ എടുത്തിരുന്നത് എന്ന് ആരോപണമുണ്ട്. എരുമപ്പെട്ടി പുഴയിലെ പല ഭാഗങ്ങളിൽ നിന്ന് അനധികൃതമായി മണലെടുത്ത് വിൽപ്പന നടത്തുന്നത് പതിവായിരിക്കുകയാണ്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് SI EV അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മണൽ പിടികൂടിയത്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് വീട് തകർന്ന സംഭവത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചില്ല എന്ന് ആക്ഷേപം. പുന്നയൂർ പഞ്ചായത്ത് കുഴിങ്ങര മാമ്പുള്ളി ചന്ദ്രന്റെ വീടിന് മുകളിലേക്കാണ് മരം മുറിഞ്ഞു വീണത്. ലോട്ടറി കച്ചവടം ചെയ്ത് കുടുംബം പോറ്റുന്ന ചന്ദ്രനും ഭാര്യ തങ്കയും മാത്രമാണ് വീട്ടിലുള്ളത്. അയൽവാസിയുടെ പറമ്പിലെ മരമാണ് ഒടിഞ്ഞു വീണത്. ഇടവേള. ഈ ചിരിയിൽ നിഷ്കളങ്കതയുണ്ട്. ഈ ചിരിയിൽ നിങ്ങളുടെ സംതൃപ്തിയുണ്ട്. ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂർ അത്താണി ആൻഡ് ആറങ്ങോട്ടുകര. വസ്ത്രവ്യാപാര രംഗത്ത് കുന്നംകുളത്തിന്റെ സാംസ്കാരിക തനിമയും 4 തലമുറകൾ നീളുന്ന ഹൃദ്യമായ ബന്ധത്തിന്റെ പാരമ്പര്യ മഹിമയും വിളംബരം ചെയ്തുകൊണ്ട് കേരള വസ്ത്രാലയം. ഹൃദ്യമായ സേവനവും ഉയർന്ന ഗുണമേന്മയും യഥാർത്ഥ വിലക്കുറവും സമന്വയിക്കുന്ന ഏറ്റവും പുതുമയാർന്ന ഒരു വസ്ത്രശേഖരം. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും റെഡിമെയ്ഡ് ഡ്രസ്സുകളും ഞങ്ങൾ ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി യഥേഷ്ടം ഒരുക്കിയിരിക്കുന്നു. സാധാരണക്കാർക്ക് വേണ്ടി കൂടുതൽ വിശാലതയോടെ കേരള വസ്ത്രാലയം. കേരള വസ്ത്രാലയം, സാധാരണക്കാർക്ക് വേണ്ടി ഒരു കുടുംബ വസ്ത്രാലയം. പട്ടാമ്പി റോഡ്, കുന്നംകുളം. Kingfisher Training Academy. We offer quality training in the field of aviation, hospitality and IELTS. Hi-Fi campus with well-experienced faculties. Join with us and develop your career in airlines and hospitality sector. We offer 100% placement assistance. Book your seats today. Kingfisher Training Academy, Thrissur. വാർത്തകളിലേക്ക്. ചിറ്റാറ്റൂര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വിശ്വാസോത്സവം തുടങ്ങി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ദേവാലയ മുഖമണ്ഡപത്തിലെ കൽവിളക്കിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. ഫാദർ ഷാജൻ തേർമഠം, ഫാദർ സെബാസ്റ്റ്യൻ പേരൂട്ടിൽ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ എന്നിവർ വചന സന്ദേശം നൽകും. 5 ദിവസങ്ങളിലായി നടക്കുന്ന വിശ്വാസോത്സവം വെള്ളിയാഴ്ച രാത്രിയാണ് സമാപിക്കുക. വൈകിട്ട് അതിരൂപത സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ സമാപന സന്ദേശം നൽകും. യുവതിയായ വീട്ടമ്മയെ കാണാനില്ലെന്ന പരാതി. മുല്ലശ്ശേരി എലവത്തൂർ പുറത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ ഭാര്യ 30 വയസ്സുള്ള വിജിയെയാണ് കാണാതായത്. 5 അടി 2 ഇഞ്ച് ഉയരവും മെലിഞ്ഞ ശരീരപ്രകൃതിയും ഇരുനിറവുമുള്ള യുവതി കാണാതാകുമ്പോൾ സാരിയും ബ്ലൌസുമാണ് ധരിച്ചിരുന്നത്. പാവർട്ടി പോലീസിൽ പരാതി നൽകി. തിച്ചൂർ കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനവമി ആഘോഷിച്ചു. നിർമ്മാല്യ ദർശനം, വാഗച്ചാർത്ത്, അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ എന്നിവ നടന്നു. തുടർന്ന് ജലജ ചാക്യാർ മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമ സംഗീതോത്സവം അരങ്ങേറി. വൈകിട്ട് നടക്കൽ പറയും പ്രഗത്ഭ വാദ്യ കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യവും അരങ്ങേറി. മാള ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ശ്മശാന പ്രശ്നത്തിൽ പട്ടികജാതിക്കാരെ ദ്രോഹിക്കുന്ന നിലപാടെടുത്തുവെന്നാരോപിച്ച് KPMSന്റെ TV ബാബു വിഭാഗം ചാലക്കുടി മണ്ഡലത്തിൽ UDFനെതിരെ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതേസമയം ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കേണ്ടതില്ല എന്നും തീരുമാനം എടുത്തിട്ടുണ്ട്. ചാലക്കുടി മണ്ഡലത്തിലെ മാള, ചാലക്കുടി, വെള്ളാങ്കല്ലൂർ, കൊടുങ്ങല്ലൂർ യൂണിയനുകളിലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർ വീടുകളിൽ എത്തിക്കേണ്ട വോട്ടേഴ്സ് സ്ലിപ്പ് UDF പ്രവർത്തകർ അഭ്യർത്ഥനയ്ക്കൊപ്പം വോട്ടർമാർക്ക് നൽകിയതായി പുന്നയൂർകുളം LDF ബൂത്ത് കൺവീനർ RM അഷ്റഫ് ചാവക്കാട് തഹസിൽദാർക്ക് പരാതി നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പുന്നയൂർ പഞ്ചായത്ത് എടക്കര 23 നമ്പർ ബൂത്ത് പരിധിയിലെ വീടുകളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വോട്ടേഴ്സ് സ്ലിപ്പ് വീടുകളിൽ എത്തിച്ചത്. ഇതിനോടൊപ്പം വോട്ട് അഭ്യർത്ഥന നടത്തിയതായും പരാതിയിൽ പറയുന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായി. നാദതാള വിസ്മയങ്ങൾ പ്രചാരണത്തിന് കൊഴുപ്പേകി.
പഞ്ചാരിയുടെ നാദക്കടലായി പെരുവനം പൂരം പെയ്തിറങ്ങി. പൂരം ആസ്വദിക്കാൻ പെരുവനം നടവഴിയിൽ ജനസഹസ്രങ്ങളെത്തി. തൃപ്രയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങ് ഭക്തി നിർഭരമായി. തൃപ്രയാർ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗ്രാമവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ചുങ്ക ജ്വല്ലറി.